വർഷങ്ങളായി ഒരു മുന്നണി തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിൽ ഒരു മാറ്റം വേണമെന്നുള്ളത് പാർട്ടിയുടെ ഇതല്ല, രാജ്യ താല്പര്യത്തിനനുസരിച്ചുള്ളൊരു മാറ്റം വേണം. ജനങ്ങൾക്ക് പ്രയോജനമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് വേണ്ടത്. 3 മുന്നണികളല്ല, അതിൽ BJP ഒരു പ്രത്യേക അവസ്ഥയിൽ എല്ലാവരും തള്ളി പറയുന്നുണ്ട്. പക്ഷേ അതുകൂടെ വന്നുകൊണ്ട് ഇവിടെ കുറേ മാറ്റങ്ങളുണ്ടായി. അല്ലെങ്കിൽ പഴയ പോലെ തന്നെയും പിന്നെ എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അതേസമയം മൂന്നാമത് ശക്തി കൂടെ വന്നപ്പോൾ ഈ നാട്ടിലൊരു വ്യവസ്ഥകൾക്ക് മാറ്റം വന്നു. വികസനം കാര്യമായി നടക്കാത്തൊരു പ്രദേശമാണ് കോട്ടയം. അപ്പം വികസനത്തിന് ഒരുപാട് സാധ്യതകളുള്ള കോട്ടയത്തെ വികസനം വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ട സ്ഥാനാർത്ഥിയെ നമ്മൾ അധികാരികളെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് പ്രാധാന്യം. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയാണോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടവർ തന്നെ നമ്മൾ ഭസ്മാസുരനെ പോലെ നമ്മുടെ പിന്നാലെ നമ്മളെ ഭസ്മമാക്കാൻ വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇവിടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം. രാഷ്ട്രത്തിന് സുരക്ഷയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാഷ്ട്രം വികസിക്കും, ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഒരുപിടി വോട്ടിന് വേണ്ടി രാഷ്ട്രത്തെ ബലി കഴിക്കുന്ന ഒരു പ്രവണതയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും വോട്ടർമാർ ഏത് പാർട്ടിയിലായിക്കോട്ടെ അവരൊക്കെ തന്നെ ഇന്ന് നന്മയുടെ ഭാഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ വോട്ട് തീർച്ചയായിട്ടും ആലോചിച്ച് കണ്ട് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യണം എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ്. കേരളത്തിലെ ഇന്നിപ്പോൾ 3 സ്ഥാനാർത്ഥിമാർ നിൽക്കുന്നതിൽ LDFിൻ്റെയും UDFിൻ്റെയും BDJSൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്ന അവസരത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. കാരണം ജനങ്ങളത് മനസ്സറിഞ്ഞ ഈ പ്രാവശ്യം വോട്ട് ചെയ്യത്തുള്ളൂ. കോട്ടയം മണ്ഡലത്തിൽ ഇതുവരെ LDFും UDFും ഒന്നും ചെയ്തിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി അത് കറക്റ്റാണ്. സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. ആണോ, ഒത്തിരി ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചും ബാക്കിയുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചാണ് നമ്മൾ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന ഇപ്പോൾ 1000 രൂപ തച്ചുണ്ടൊരു ഏത് പണിക്ക് പോയാലും ആണോ, ആ പണിക്ക് പോയി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു 800 രൂപ പോലും നമ്മുടെ വീട്ടിൽ വരുമാനം കിട്ടത്തില്ല. ആണോ, ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടൊരു വികസനം, ഒരു മാറ്റത്തിൻ്റെ ഒരു ശങ്കുലി വരണം. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amrita Veni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amrita Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.